ഹായ് ഫ്രണ്ട്സ്. ക്വീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയിൽ അവസാനത്തെ ഒരു ഏകദേശം അരമണിക്കൂറോളം സലീം കുമാറിനെ പോലെ ഒരാളെ കൊണ്ടുവന്നിട്ട് ആ കോർട്ട് സീനിൽ ഗൂസ് ബംസ് വന്നിട്ടുള്ള ഒരു സംവിധായകൻ ഡിജോ ജോസ് ആന്റണി അല്ലെ. പുള്ളിക്കാരന്റെ സെക്കൻഡ് മൂവി എടുത്തു നോക്കി കഴിഞ്ഞാൽ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നടനെ വെച്ചിട്ട് ജനഗണമന പോലെ ഒരു സിനിമ ചെയ്തിട്ട് ത്രൂ ഔട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഗൂസ് ബംസ് എന്ന് പറഞ്ഞ സാധനം രോമാഞ്ചിഫിക്കേഷൻ കറക്റ്റ് തന്നിട്ടുള്ള ഒരു സംവിധായകൻ. അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ള രണ്ട് സിനിമകൾ. അതിനുശേഷം നിവിൻ പോളിയെ പോലൊരു ആക്ടറിനെ ഒരു എന്റർടൈനറെ കൊണ്ടുവന്നിട്ട് ഒരു കംപ്ലീറ്റ് എന്റർടൈനറിലേക്ക് എന്തുകൊണ്ട് ചുവട് മാറ്റി പുള്ളിക്കാരൻ്റെ ആ ഒരു ഡിജോ ഫാക്ടർ ഇല്ലാത്തൊരു സിനിമ എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളൊരു ചിന്ത ടിൽ ഇതിന്റെ ടീസർ വരുന്നവരെ ഉണ്ടായിരുന്നു. പക്ഷെ ടീസർ കണ്ടോടുകൂടി നമുക്ക് തോന്നി സംതിങ് ഒരു സ്പെഷ്യൽ സാധനം ഇതിലുണ്ടാവും തോന്നിയിട്ടുണ്ടായിരുന്നു. ആ തോന്നലിനെ 100% ശരിവെക്കുന്ന രീതിയിലാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ചെയ്തു വെച്ചിട്ടുള്ളത്. നല്ല കിട്ടുകൻ സിനിമ, ഫാന്റാസ്റ്റിക് എക്സ്പീരിയൻസ്. അത്ര നല്ല സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിൽ തമാശ ആ ഒരു മേൻപൊടിയോട് കൂടി തന്നെ അത് ത്രൂ ഔട്ട് കറക്റ്റ് കൊടുക്കേണ്ട സ്ഥലങ്ങളിൽ തന്നെ തമാശകൾ പറയുന്നുണ്ട്. അതൊരു വലിയ എന്താ പറയുക, ഭയങ്കരമായ തമാശയല്ല, എന്നാൽ ആ ഒരു ഫ്ലോവിനനുസരിച്ച് കറക്റ്റ് ആ ഒരു മിക്സിങ് വ്യക്തമായിട്ട് വളരെ ഡീസൻ്റ് ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. താഴത്തേക്കുമില്ല, ഒരുപാട് മുകളിലേക്കുമില്ല. പക്ഷെ ഈ തമാശയിലൂടെ പറയുമ്പോൾ നമ്മൾ തമാശയിലൂടെ കാര്യം പറയാന്ന് പറയില്ല, അങ്ങനെയാണ് ഈ സിനിമ ചെയ്തു വെച്ചിട്ടുള്ളത്. നമ്മുടെ ഉള്ളിലൊക്കെയുള്ള ഇന്ത്യ എന്ന് പറയുന്ന ഒരു വികാരം, ആ വികാരം ഇങ്ങനെ അതിനെ മുഴുവനായിട്ടും പുറത്തേക്ക് എടുത്തിടാൻ ഈ സിനിമയ്ക്ക് പറ്റുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് മതം എന്നതിനപ്പുറത്തേക്ക് ഈ സൗഹൃദം എന്താണ്, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലേക്ക് മതം വരുമ്പോഴുള്ള പ്രശ്നം എന്താണ് തുടങ്ങിയിട്ടുള്ള ഇപ്പോഴത്തെ നമ്മുടെ ഇന്ത്യയുടെ ഈ രാജ്യത്തിന്റെ അവസ്ഥ അത് വളരെ വ്യക്തമായിട്ട് വളരെ ധൈര്യമായിട്ട് ഡിജോ പുള്ളിയുടെ സിനിമയിലൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ്. എന്താ പറയാ, അത്ര അദ്ദേഹത്തിന്റെ ധൈര്യത്തിനെ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. കാരണം ഇപ്പൊ നിലവിലുള്ള മിക്ക രാഷ്ട്രീയ പാർട്ടി, അതിപ്പോ RSS ആവട്ടെ, BJP ആവട്ടെ, SDP ആവട്ടെ, LDF ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, എല്ലാവരെയും ട്രോളുന്നുണ്ട്. എല്ലാ പ്രശ്നങ്ങളും വളരെ നീറ്റായിട്ട്, അതായത് അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് വളരെ വ്യക്തമായിട്ട് സിനിമയിലൂടെ നമുക്ക് മുമ്പിൽ കാണിച്ചു തരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതും റൊമാൻറ്റിഫിക്കേഷൻ എന്നൊക്കെ പറയണതേ, നമുക്ക് ഗൂസ് ബംസ് ഉണ്ടാവുക, അത് കാരണം കണ്ണ് നിറയുക, നമ്മൾ ഈ ആനന്ദ കണ്ണീർ എന്നൊക്കെ പറയില്ല, അത് കറക്റ്റായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ. വളരെ ചുരുക്കം സിനിമയിൽ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഗൂസ് ബംസും അത് കാരണമുള്ള കണ്ണുനീറലൊക്കെ ഉണ്ടാവാറുള്ളത്. പക്ഷെ ഇതില് ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ സംഭവിച്ചു പോയിട്ടുണ്ട്. എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ സലീം കുമാർ ചെയ്തിട്ടുള്ള റോള്, സലീമിന്റെ റോള് വളരെ കിട്ടിലൊരു റോളാണ്. പുള്ളി ഇതിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ആ ഡയലോഗിനൊക്കെ കയ്യടിയാണ് തിയേറ്ററിൽ. അതുപോലെ മുത്തപ്പൻ ഇതിലൊരു മുസ്ലിം കഥാപാത്രമായിട്ടുള്ള സംസാരിക്കാൻ കഴിയാത്തൊരു സ്ത്രീ, അവരുടെ അടുത്തേക്ക് വരുന്ന നീ എന്താ മാറി നിൽക്കുന്നത്, മുത്തപ്പൻ നീ വേറെ അല്ലാട്ടോ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരിയുടെ അടുത്തേക്ക് പോയിട്ട് ഈ തെച്ചി ഉണ്ടല്ലോ, കയ്യിലുള്ള തെച്ചി തന്നെയല്ല, ചുമന്ന തെച്ചി, അതിങ്ങനെ നുള്ളിയെടുത്തിട്ട് തലയിൽ വെച്ചിട്ട് ഇങ്ങനെ അനുഗ്രഹിക്കുന്ന ഒരു സാധനം ഉണ്ട്. നമുക്ക് കണ്ണ് നിറഞ്ഞു പോകും, നമ്മൾ ഇരുന്ന് കരഞ്ഞു പോകും എന്നുള്ളത്. കണ്ണ് ശരിക്കും കണ്ണുനീര് ഒഴുകും. അത് സന്തോഷം കൊണ്ടാണ്, ഈ രോമാഞ്ചം കൊണ്ടാണ്. കാരണം അത് പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലം അതൊരു സ്ഥലത്താണ്. കറക്റ്റായിട്ട് എവിടെയാണോ പ്ലേസ് ചെയ്യണം, അതിനെ പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്ത് ആ ഫീൽ കറക്റ്റ് ആയിട്ട് തന്ന്, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എടുത്തു പറയേണ്ടതാണ് ജെയ്ക്സ് ബിജോയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അയ്യോ, അത് വഹിച്ചിരിക്കുന്ന പങ്ക് ചെറുതൊന്നുമില്ല. BGM ഒക്കെ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ 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 എന്താ പറയുക, തറച്ച് കയറുകയാണ്. അതുപോലെ ആ സമയത്തുള്ള പാട്ടുകളും അതിലെ വരികളും ഒക്കെ കറക്റ്റായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വരികയാണ്. നമ്മുടെ ആ ഒരു ഫീലിങ്സ്, നമ്മുടെ ഇമോഷനെ ഇങ്ങനെ എടുത്ത് പുറത്തേക്ക് ഇടണം. അത് ഭയങ്കരമായിട്ട് വർക്കൗട്ട് ഉണ്ട്. ജെയ്ക്സ് ബിജോയ് ചെയ്തിരിക്കുന്നത് ഒരു കിടിലൻ വർക്കാണ്. പിന്നെ എടുത്തു പറയേണ്ടത്, ഞാൻ ഇത് എടുത്തു പറഞ്ഞത്, എനിക്ക് എൻ്റെ പേര് കിട്ടുന്നില്ല, എൻ്റെ നാവിന്റെ തുമ്പത്തുണ്ട് ശരിക്ക്. അതായത് നമ്മുടെ ഒരു ചിരി ഇരുചിരി പെമ്പർച്ചെരി, അതിലെ പുള്ളിക്കാരി ഉണ്ടല്ലോ, നമ്മുടെ ഇതിൽ നിവിൻ പോളിയുടെ അമ്മയുടെ കഥാപാത്രം, എനിക്ക് പേര് കിട്ടുന്നില്ല. ദയവായിട്ട് അറിയുന്നവരൊക്കെ കമന്റിൽ രേഖപ്പെടുത്തുക. ഞാനത് ഓർത്ത് പറയണമെന്ന് പറഞ്ഞു വെച്ചൊരു ക്യാരക്ടറായിരുന്നു. അത് വളരെ മനോഹരമായിട്ട് പുള്ളിക്കാരെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ തൊട്ടയൽവാസിയായിട്ടുള്ള ഒരു ഉമ്മയുടെ ക്യാരക്ടറിനെ പോയി കെട്ടിപ്പിടിച്ചിട്ട് സാരല്ലമ്മ എന്ന് പറഞ്ഞൊരു സീനൊക്കെ ഉണ്ട്. അതിൽ പുള്ളിക്കാരുടെ കണ്ണ് നിറയുമ്പോൾ, ആ ഉമ്മയുടെ കണ്ണ് നിറയുമ്പോൾ കൂടെ നമ്മുടെ കണ്ണും നിറയും. അതൊക്കെ ആ സിനിമയുടെ വിജയമാണ്. ആ ഒരു ക്യാരക്ടറിന്റെ ഇമോഷനിലേക്ക് നമ്മൾ എത്തുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമില്ല. നമ്മളെ ആ ഒരു കഥയിലേക്ക് അങ്ങോട്ട് കൊണ്ടുചെല്ലുകയാണ് ഡിജോ. അതുപോലെ ഇതിലൊരു പാകിസ്ഥാനിയുടെ റോൾ ചെയ്തിട്ടുള്ള ഒരാളുണ്ട്. പുള്ളിക്കാരന്റെ ആ റോള് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ആ ഡയലോഗൊക്കെ ഭയങ്കര അനിവാര്യമായുള്ള ഡയലോഗാണ്. അതുപോലെ ഇതിലൊരു ഡയലോഗുണ്ട്, ഒരു രാജ്യത്തെ ഭരിക്കുന്നത് ആ രാജ്യത്തിന്റെ മതമാണെങ്കിൽ അതോടുകൂടി ആ രാജ്യം നശിച്ചുപോയി. അത് എൻ്റെ രാജ്യമാണെങ്കിലും ശരി,
നിന്റെ രാജ്യമാണെങ്കിലും ശരി ഇതുപോലെ ഡയലോഗ് ഉണ്ട്. അതൊക്കെ എത്ര അനിവാര്യമായിട്ടുള്ള ഡയലോഗാണെന്ന് ഇപ്പോൾ ആലോചിച്ചു പോവാണ്. അതുപോലെ ഈ പാകിസ്ഥാനികളിൽ ചെയ്തിട്ടുള്ള പുള്ളിക്കാരന്റെ മകളുടെ ക്യാരക്ടർ, ആ ക്യാരക്ടർ ഭയങ്കര ഭംഗിയായിട്ട് ആ ക്യാരക്ടർ വളരെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ക്ലൈമാക്സ് ഭാഗത്തൊക്കെ വരുമ്പോൾ ആ ക്യാരക്ടർ പറയുന്ന കുറച്ച് ഡയലോഗൊക്കെ ഉണ്ട്. അതൊക്കെ തരുന്ന രോമാഞ്ചം ഭയങ്കരമാണ്. അതുപോലെ ഇതില് നമ്മുടെ നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറിനെ ഉപയോഗിച്ചിരിക്കുന്നത്, അതുപോലെ മലയാളി എന്ന് പറഞ്ഞിട്ടുള്ള ഫീൽ ഉപയോഗിച്ചിരിക്കുന്നത്, ഇന്ത്യൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫീൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ ഒരു ക്യാരക്ടർ അവസാനം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടായത്, അദ്ദേഹം വന്നത് എവിടുന്നാന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് അത് ഫ്രം ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നുണ്ട്, ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നിന്ന് വന്നതെന്ന് പറയുന്നുണ്ട്. അവിടെയൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. അത് നമ്മുടെയൊക്കെ ഉള്ളിലുള്ള ഒരു രാജ്യസ്നേഹം, അല്ലെങ്കിൽ ഞാനൊരു ഇന്ത്യൻ ആണ് എന്ന് പറയുന്ന ആ ഒരു ഫീലിനെ അത് വ്യക്തമായിട്ട് നമ്മുടെ ഉള്ളിലൊക്കെ ഉറങ്ങി കിടക്കുകയാണെങ്കിൽ അതിനെടുത്ത് പുറത്തേക്ക് ഇടുന്നുണ്ട്. നമുക്കത് മനസ്സിലാവും. ഓരോ സീനിലും നമുക്ക് മനസ്സിലാവും മതം എന്നതിനപ്പുറത്തേക്കുള്ള സൗഹൃദം എന്താണ് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. യഥാർത്ഥ മതം എന്തായിരിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതിലെ അതുപോലെ വ്യക്തമായിട്ട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഇത് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിളിക്കുന്നത് ഇവിടെ ചെകുത്തന്മാരില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അവരെ എങ്ങനെ നേരിടണം എന്നീ ഒരു നാടിന് അറിയുന്നതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് സീൻസ്, അങ്ങനെ വളരെ ഭംഗിയുള്ള വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു സിനിമ. ഇതിൽ എടുത്തു പറയുകയാണെങ്കിൽ എല്ലാം നമ്മൾ പറയുന്നത്, ഇതിന്റെ ഡയറക്ഷൻ, ഇതിന്റെ സ്റ്റോറി, സ്ക്രിപ്റ്റ്, പിന്നെ ഇതിന്റെ DOP, അതുപോലെ ഇതിന്റെ മ്യൂസിക്, BGM, ഇതിലെ മറ്റു പാട്ടുകൾ, അഭിനയിച്ചിരിക്കുന്ന ആളുകളുടെ പെർഫോമൻസ്, അങ്ങനെ എല്ലാം ഒത്തിണങ്ങി വന്നപ്പോൾ വളരെ നല്ലൊരു സിനിമ തന്നെയാണ് ഡിജോ നമുക്ക് മുമ്പിലേക്ക് തന്നിരിക്കുന്നത്. പിന്നെ പറയാനുള്ളത്, വെറും കോമഡിയാണെന്ന് മാത്രം വിചാരിച്ച് സിനിമയ്ക്ക് പോകാതിരിക്കുക. കോമഡി ഉണ്ട്, അത് വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് കളിയിൽ അല്പം കാര്യം എന്ന് പറയുന്ന പോലെ ആ ഒരു കാര്യം എന്ന് പറഞ്ഞ സംഭവത്തിനെ കൂടുതൽ എടുത്ത് പ്രൊജക്ട് ചെയ്ത് കാണിക്കുന്ന സിനിമയാണ്. പിന്നെ സിനിമയ്ക്ക് പോകുന്ന ആളുകൾ തീർച്ചയായിട്ടും ഒരു ഡിജോ ജോസ് ആന്റണി സിനിമയാണ് എന്നുള്ള വ്യക്തമായ ബോധത്തോടു കൂടി പോവുക. പുള്ളിക്കാരൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള 2 സിനിമകൾ എന്തായിരുന്നു, അതിലൂടെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുള്ള പൊളിറ്റിക്സ് എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് പോവുക. അല്ലാതെ വെറും കോമഡി കാണാൻ പോയിട്ട് ഈ സിനിമ കൊള്ളൂല ദയവേത് പറയരുത്. ഒരുപാട് സ്ഥലങ്ങളിൽ കയ്യടി വരുന്നിട്ടുണ്ട്, സിനിമ കഴിയുമ്പോഴും കയ്യടി വന്നിട്ടുണ്ട്. അത് ആ സിനിമ അർഹിക്കുന്നത് തന്നെയാണ്. സോ കണ്ടിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. പിന്നെ എടുത്തു പറയേണ്ട ഒരാൾ ധ്യാൻ ശ്രീനിവാസൻ. ധ്യാനിന് എത്രമാത്രം ആരാധകരുണ്ട് എന്നുള്ളത് പുള്ളിനെ സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് കാണിക്കുമ്പോൾ കിട്ടുന്ന കയ്യടിയും ആർപ്പുവിളിയും നമുക്ക് ബോധ്യപ്പെടുത്തരും ഈ സിനിമയിലൂടെ. അങ്ങനെ എല്ലാവരും വളരെ നന്നായിട്ട് ചെയ്തിട്ടുള്ള ഒരു കിടിലൻ സിനിമ. ഇത് നിവിൻ പോളിയുടെ മാത്രം കംബാക്ക് അല്ല, ഒരു ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ നമ്മുടെയൊക്കെ ഒരു കംബാക്ക് തന്നെയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഈ പറഞ്ഞ പോലെ കണ്ടിട്ടുള്ള ആളുകൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും നമ്മൾ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ രേഖപ്പെടുത്തുക.